വേണ ജിക്സറിന്റെ കോൾഡ് സ്റ്റാർട്ട് ചെയ്താലാ? ജിക്സറിന്റെ കോൾഡ് സ്റ്റാർട്ട് ചെയ്താലാ? സ്റ്റാർട്ടാക്കി വെക്കാലാ? ഓ ആര് പറഞ്ഞു? ഇത്ര കയറ്റി വെച്ചിട്ട് 1.5 വർഷമായി സ്റ്റാർട്ടാകത്തില്ല. നമ്മ ജസ്റ്റ് നോക്കിയാലാ? നമ്മളിപ്പോ വെറുതെ ഇരിക്കുമല്ലേ? ആ കുഴപ്പമില്ല, ജസ്റ്റ് ഗ്യാരേജിൽ പോയി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വാ ജസ്റ്റ് നോക്കാന്നാ. വാ ചുമ്മാ ഗെയിം കളിച്ചോണ്ടിരിക്കല്. ഇങ്ങോട്ട് വാ, ബാക്കി എടുക്കാം. ജിക്സറിന്റെ താക്കോല് ഇതല്ലേ? ആണോ? നോക്കാം. സുസുക്കി ഇത് തന്നെ. അപ്പോൾ നമ്മൾ ഗ്യാരേജിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ഗ്യാരേജ്. ജിക്സർ ആ സൈഡിൽ ടാർപ്പയുടെ അടിയിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ പഴയ വണ്ടികളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കറണ്ട്ലി റണ്ണിങ് ആയിട്ടുള്ള 3 വണ്ടികൾ ഇതാണ്ടേ. ഇതാണ് ജിക്സർ. ഏതാ? ഈ 2 വണ്ടി ഓടാ. ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് കയറ്റി വെച്ചേക്കെ. 2 വണ്ടി ഓടുന്നതാ. പാമ്പെല്ലാം കാണോ? ഇതാണ് നമ്മുടെ ജിക്സർ. കാണിക്കണ്ട. അതിനകത്ത് ഫോൺ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും സൗണ്ട് ഒന്നും കയറ്റി വെച്ചല്ലേ? അതിനകത്ത് ബാറ്ററി ഇല്ല. ആദ്യം ബാറ്ററി വെക്കണം. സ്റ്റാർട്ട് ആവോ? പെട്രോൾ ആണോ? ആണോ പെട്രോൾ ആണോ? പെട്രോൾ കാണത്തില്ലടാ, കയറ്റി വെച്ചിരുന്നില്ലേ? കുലിക്കൊന്നും ഇല്ല. പെട്രോൾ ഇല്ല, ബാറ്ററി ഇല്ല, കാർബറേറ്ററിനകത്തോട്ട് പോകുന്ന ഫ്യൂലിൻ്റെ ആ പൈപ്പില്ല. ഇതെല്ലാം നമ്മൾ ഇരിക്കുന്ന ഏതെങ്കിലും വണ്ടികളിൽ നിന്ന് ഊരി വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ചെയ്ത് നോക്കണ്ണ. ആദ്യം നമുക്ക് പെട്രോൾ ഊറ്റാം. അപ്പോൾ നമ്മൾ പെട്രോൾ ഊറ്റുവാണ്. അവഞ്ചറിൽ നിന്നാണ് ഊറ്റുന്നത്. എണ്ണ അതിനകത്ത് എണ്ണ ഉണ്ടോ? 50 രൂപ അടിച്ചില്ലേ? കഴിഞ്ഞ ആഴ്ച 50 രൂപ. കാറിൽ നിന്ന് ഊറ്റിയാലേ? കാറിൽ നിന്ന് ഊറ്റണ്ട, ബൈക്കിൽ നിന്ന് എടുക്കാം. ഉത്തരവാദിത്തമില്ല രാജു. ഷോർട്ടാക്കിയാ ഷോർട്ടാവോ? ഷോർട്ടാക്കിയാ ഷോർട്ടാവോ? നമുക്ക് എത്തിക്കാത്ത നോക്കാം. എടാ നീ ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടോ? ഈ ട്യൂബ് നമ്മൾ അവഞ്ചറിൽ നിന്ന് ഇറക്കിയതാ. ഇതിനകത്ത് ടാങ്കിൽ നിന്ന് കാർബറേറ്ററിലോട്ട് വന്ന ട്യൂബാണ്. ഇതിൻ്റെ കാർബറേറ്റർ അങ്ങ് അകത്തിരിക്കുന്നതുകൊണ്ട് വെക്കാൻ പറ്റുന്നില്ല. ടാസ്ക്കാണ്. വെറുതെ ഇരിക്കേണ്ട സമയമാണ് നീ എനിക്ക് നശിപ്പിച്ചത്. ആ ജീവനുണ്ട്. സ്പാർക്ക് ഓണാക്കി നോക്കട്ടെ. കരിഞ്ഞിരിക്കുക എണ്ണ അവിടെ. ഓണാക്കട്ടെ. ഇതുണ്ടോ? ഇതൊക്കെ കിലോമീറ്റർ നോക്ക്. ഇതിൻ്റെ 25,295 കിലോമീറ്ററേ ഓടിക്കുള്ളൂ. മൈ ഗോഷ്. ഇത് ട്രിപ്പ് ബി ആണോ?
ഇതൊന്നും വർക്ക് ചെയ്യത്തില്ലടാ. ആണ്ടേ 29,428 കിലോമീറ്റർ ടോട്ടൽ ഓടിയിട്ടുണ്ട്. അത്രയും ഓടിയിട്ടുണ്ടല്ലേ ഈ വണ്ടി. ഗൈസ് അങ്ങനെ 1.5 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തുറക്കാൻ പറ്റുന്നില്ലടാ. തുരുമ്പെടുത്താ ഇത് പിടിച്ചാടാ. ഇത് ഊരി വരുന്നില്ലടാ, തുരുമ്പാന്ന് തോന്നുന്നു. ഇത് എങ്ങോട്ടാണ് തിരിക്കുന്നത്? മറന്നു ഇതൊക്കെ. സെറ്റ്. 1.5 വർഷങ്ങൾക്ക് ശേഷം വണ്ടിക്ക് നമ്മൾ പെട്രോൾ കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ തുരുമ്പാടാ. പെട്രോൾ ഒഴിക്കാണേ. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നീണ്ട ഇടവേളയ്ക്ക് ശേഷം എന്ത് ചൂടൻ പിന്നെ ഓണാകാൻ പോവാ. ഓണായാൽ മതിയായിരുന്നു. കൂടെ കൊണ്ടുപോട്ടെ ക്യാമറ. അങ്ങനെ നമ്മളെ ജിക്സർ സ്റ്റാർട്ടാക്കാൻ പോവാണ്. ലൂസ് കണക്ഷൻ ഉണ്ടല്ലോ. ഇതൊക്കെ തുരുമ്പൊക്കെ എടുക്കാതെ വെച്ചിരുന്ന വണ്ടിയല്ലടാ. താക്കോലടിയല്ലേ എടുക്കത്തില്ല. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരി. എടുത്തോ. ഇല്ലല്ലോ, സീനില്ല. ഇതൊരു നാറ്റെണ്ണ. മണ്ണെണ്ണയാണ് നിങ്ങൾ ഒഴിച്ചു അതിനകത്ത്. റേസ് ചെയ്തേ. ഇങ്ങോട്ട് അവിടെ തന്നെ. അതിൽ നിന്ന് എന്താണ്ടൊക്കെ ഊരി പോന്നടാ. ഇത് സ്റ്റണ്ട് പഠിക്കാന്നല്ലേ വണ്ടിയില്. നമ്മളിവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ചെയ്യുന്നത്, റോഡിലൊന്നും ഇറങ്ങിയിട്ടില്ല.
ആ ആ കൂടാ അപ്പൊ ഗൈസ് അപ്പൊ നമ്മളാ ജിക്സർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ 1.5 വർഷമായാലും സ്റ്റാർട്ട് ആകുന്നു. എന്ത് 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 സ്റ്റാർട്ട് ആവത്തില്ല. ആര് പറഞ്ഞു? ഇത്ര കയറ്റി വെച്ചിട്ട് 1.5 വർഷമായി സ്റ്റാർട്ട് ആവത്തില്ല. സംഭവത്ത് നമ്മള് കുറച്ച് അധികം ഒന്നും അടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചപ്പോ തന്നെ സ്റ്റാർട്ട് ആയിട്ട് വന്നു. വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും, ജസ്റ്റ് ബ്രേക്ക് കുറച്ച് കുറവുണ്ട്. പക്ഷേ ഈ വണ്ടി റോഡിൽ ഇറക്കിയിട്ടില്ല, നമ്മള് നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഇട്ടാണ് ചെയ്യുന്നത്. അതും പറഞ്ഞ ആരും വരില്ല. ഇത് കംപ്ലീറ്റ് മോഡിഫൈ ചെയ്ത് വെച്ചേക്കുന്ന വണ്ടി ആയതുകൊണ്ട് ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കയറ്റി വെച്ചത്. ഇപ്പൊ ചുമ്മാ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയെന്നേ ഉള്ളൂ. ഇനി അതും പൊക്കി പിടിച്ചിട്ടുണ്ടാരും വരില്ല. സംഭവം നൈസ് ഇല്ല, ഇത്രയും പവർ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് റീസ്റ്റോർ ചെയ്യാന്നേ ഉള്ളൂ. എന്തായാലും അരുൺ സ്മോക്ക് ഈ ഒരു വീഡിയോക്ക് കമന്റ് ചെയ്ത് നമ്മൾ ഉറപ്പായിട്ട് റീസ്റ്റോർ ചെയ്യുന്നതായിരിക്കും. എന്റെ പൊന്നോ, സ്മോക്ക് ഈ ഒരു വീഡിയോക്ക് കമന്റ് ചെയ്ത് നമ്മൾ ഉറപ്പായിട്ട് ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട് പിടിച്ചേനെ. നിന്നെ റീസ്റ്റോർ ചെയ്തെടുക്കേണ്ടി വന്നേനെ. വണ്ടി കൊള്ളാം, പൊളി സാധനം. അപ്പൊ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മള് കൊറേ ഓടിയതായി ഇവിടെ. ഇത് കണ്ടോ, ഇതിനകത്ത് കടന്തലൊക്കെ കൂടി വെച്ചിട്ടുണ്ട്. ഇവിടെ തിരിച്ചാ ക്യാമറ തിരിച്ചാലാ, ഇതിന്റെ അകത്ത് ഈ കടന്തൽ കൂടാണെന്ന് തോന്നുന്നു. കാണുന്നുണ്ടോ എന്തോ ക്യാമറയില്? അതുകൊണ്ട് ഇവിടെ ഉണ്ട്. ഇതൊക്കെ തുരുമ്പായി, ഇവിടൊക്കെ തുരുമ്പായി, ഹാൻഡിലും കാര്യങ്ങളെല്ലാം ഒരു തുരുമ്പായി. കാലത്ത് നമ്മളിത് എന്റെ പോലെ എന്ത് എവിടെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ഈ വണ്ടി. ഈ വണ്ടിക്കകത്ത് കുറെ സംഭവങ്ങളുണ്ട്, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഫുക്രൊക്കെ യൂസ് ചെയ്ത വണ്ടിയാ. ഇപ്പം എല്ലാം മറ്റേ വണ്ടിക്കകത്തും കാറിനകത്തും ഒക്കെയുള്ളൂ. ഈ വണ്ടി കയറ്റി വെച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് എടുക്കുന്നത്. എന്നാലും വലിയ കംപ്ലൈന്റ് നീ അരുൺ സ്മോക്കി കമന്റ് ഇട്ടാ ഇത് റീസ്റ്റോർ ചെയ്യോ? ഓ ചെയ്യും. നീ ചെയ്യോ? ചെയ്തോ? അരുൺ സ്മോക്കി കമന്റ് ചെയ്യണം. അരുൺ സ്മോക്കിയുടെ ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ടിൽ നിന്നൊക്കെ വന്നാൽ നമ്മൾ ചെയ്തില്ല. ഒറിജിനൽ ആയിട്ട് അരുൺ സ്മോക്കി കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് റീസ്റ്റോർ ചെയ്യുന്നതായിരിക്കും. ഇത് അടിപൊളി വണ്ടിയാ. ഇവനെ എല്ലാവർക്കും ഓർമ്മ കാണും. നമ്മളാ പണ്ടത്തെ പുഴമീൻ. പണ്ടത്തെ പുഴമീൻ. ഹലോ ഗായ്സ്, ഒരു ചാനലൊക്കെ ഉണ്ടല്ലേടാ? ഒരു കില്ലാടിയാ. എന്താ +2 പരീക്ഷ ഉള്ളവനാ. പരീക്ഷ നാളെ അവൻ ഫുട്ബോൾ കളിക്കുന്നു. ഉളുപ്പുണ്ടാടാ, ഉളുപ്പ്. അങ്ങനെ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, എന്തായാലും നാളെ ഞാൻ തിരിച്ചു പോകുന്നുണ്ട്. ഇവരെന്നെ കൊണ്ട് ഇന്ന് തന്നെ ചെയ്യിപ്പിച്ചത് എന്തായാലും കാര്യമായി. വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റിയല്ലോ. വേറെ എന്തേലും? വേറെ ഒന്നുമില്ല. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.